മുത്തശ്ശി ഇന്നൊന്ന് മെനിങ്ങിണ്ടല്ലോ. നല്ല സാരിയൊക്കെ ഉടുത്തിട്ടാവാ വിചാരിച്ചു. ഇന്ന് നമ്മളുടെ ഛായാമുഖിയിലെ സാരി എടുത്തിട്ടാണ്. ചിറ്റ കണ്ടിട്ടില്ലേ ഈ സാരി? നന്നായിട്ടുണ്ടെന്ന് പറയുമായിരിക്കും. രസമുണ്ടല്ലേ കാണാൻ? ഓർഡർ ചെയ്യാലോ. അതെ, 650 രൂപയുള്ളൂ കേട്ടോ. ഫ്രീ ഷിപ്പിംഗ് ആണ്. നമ്മളൊരു വെറൈറ്റി വെള്ളക്കടല, വെള്ളക്കടലയും കൊണ്ട് വട. നമ്മള് പരിപ്പ് കൊണ്ടൊക്കെ അല്ലേ നമ്മള് വട ഉണ്ടാക്കിയിട്ടുള്ളൂ. ഉഴുന്നോണ്ട് പരിപ്പ് കൊണ്ടൊക്കെ അല്ലേ വട ഉണ്ടാക്കാറ്. അപ്പൊ ഇന്ന് കടല വെച്ചിട്ടുള്ള വടയാണ് ഉണ്ടാക്കണത്. മുത്തശ്ശി കഴിച്ചിട്ടുണ്ടോ? ഇല്ല, കഴിച്ചിട്ടില്ല. എങ്ങനെയാണ് സാധക ഒരുവിധം എല്ലാ വടയിലും ഏകദേശം ഒരേപോലെ പൂളവട മുത്തശ്ശി ഉണ്ടാക്കി ഓർമ്മയില്ലേ? ആ വഴിയൊക്കെ ടേസ്റ്റ് എന്താ വെച്ചാ ഉള്ളി സാധനങ്ങളൊക്കെ തന്നെ. ഉള്ളി കടലയെന്ന് മാത്രം. അതെ, കടല മാത്രം. അപ്പൊ നമ്മളൊരു 6-7 മണിക്കൂർ കുതിർത്തിയിട്ടുള്ള വെള്ളക്കടലയാണ് കേട്ടോ. നല്ലോണം പെരുകും. അതെ, ഞാൻ അരക്കട്ടെ കേട്ടോ. അരച്ചതിന് ശേഷം കാണിക്കാം. അരക്കണത് കാണിക്കാം. എന്തൊക്കെയാ എനിക്ക് വേണ്ട സാധനങ്ങൾ പറഞ്ഞില്ല. ഇതൊക്കെ കണ്ടോ? ഒക്കെ റെഡി. കരിവേപ്പിന്റെ നോക്കാണ്ട് അത് മറന്നു. അത് ഞാൻ ആക്കിക്കോളാം. ഉള്ളി നോക്കൂ, ഇത്ര കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞിരിക്കണ നൈസായിട്ടുണ്ടോ? എത്ര നൈസായി അച്ഛൻ പഠിപ്പിച്ചതാ. ഞാൻ പറയാൻ അല്ല, അങ്ങനെ പറയണമെന്നുണ്ടോ? അല്ലേ, മുത്തശ്ശി എപ്പോഴും പറയലുണ്ടേ. എന്താ വെച്ചാൽ ഒരു പേനക്കത്തിയും കൊണ്ട് അമ്മ ഇല്ലാത്തതുകൊണ്ട് പിന്നെ എല്ലാം പഠിപ്പിച്ചത് അച്ഛനാണ്. അപ്പൊ നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ. എല്ലാ കാര്യങ്ങളും വരുമ്പോ ഓർമ്മ വരികയാണ്. അമ്മയെ കാണിക്കും പാത്രം. അന്ന് ദോശക്ക് ഞങ്ങൾ ഇങ്ങനെ ചെറുതാക്കി നുറുക്കിയിട്ട് ചാലിക്കും. മുളക് ചിലപ്പോ വറക്കും, ചിലപ്പോ ചുട്ട മുളകാണ് എടുക്കുക, ചിലപ്പോ കൊണ്ടാട്ട മുളക് എടുക്കുക, ചിലപ്പോ പച്ചമുളക്. എന്നിട്ട് പപ്പടം ചൂടും. പപ്പടം ചുട്ടത് എടുക്കും, കാച്ചിയത് എടുക്കും. അങ്ങനെ ദോശക്ക് എന്തൊരു ടേസ്റ്റ് അന്നേറ്റൊക്കെ. അന്നൊന്നും ഉലുവ മാത്രമേ കൂട്ടുള്ളൂ ദോശക്ക്, ഉഴുന്നിടാറില്ല. ആര്യനെല്ലിന്റെ അരിയാണ്. പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് ആ ദോശ കഴിക്കാൻ. കൈയൊക്കെ നമുക്ക് എന്നും വാസന എപ്പോഴും. രാവിലെ ദോശ കഴിച്ചാൽ വൈകുന്നേരം വരെ ഉണ്ടാവും ദോശ. നല്ല ദോശ. പണ്ടത്തെ അതെ, അതെ, ഉലുവയ്ക്ക് അതെ പ്രത്യേക നല്ല വാസനയാണ്. ഇതിനെടുത്തത് ഇപ്പൊ പറഞ്ഞില്ലേ പച്ചമുളക്. ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾക്ക് ചെറുള്ളി ഇവിടെ ഇല്ല. അപ്പൊ അവിടെ സവാള എടുത്തതാണ്. കരുവേപ്പിന്റെയും കൂടി നിർത്തിയിടാതെ കൂടെ മുക്കിയായി. അപ്പൊ എന്താ വൈകിട്ട് കുട്ടികളൊക്കെ വരുമ്പോ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാം. എളുപ്പമാണ്. ഇനിയിപ്പൊ പരിപ്പ് വാങ്ങാൻ കടലൊക്കെ ഒരുവിധ വീടുകളിലൊക്കെ ഉണ്ടാവൂലോ. ഞാൻ പുട്ടിന് കടല ഉണ്ടാക്കും. മറ്റേ കടല നമുക്ക് ഒരു ദിവസം ഉണ്ടാക്കി നോക്കാം. അപ്പൊ എന്തായാലും ഇത് അരച്ചെടുക്കട്ടെ. അതാ ഈ രീതിയിലാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത്. നല്ല നൈസാവരുത്, കുറച്ച് തരി പോലെ അങ്ങനെ വേണം. നല്ല ചതയാനും അല്ല, ചതഞ്ഞേക്കാളും കുറച്ചും കൂടെ നല്ല അരിയും ചെയ്യരുത്. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. ഇതൊക്കെ ഇതിലേക്ക് മാറ്റി കുറച്ചും കൂടി അരച്ചെടുക്കാണ്ട് ഒരു ട്രിപ്പും കൂടെ അരക്കാണ്ട്. കളർ വ്യത്യാസമുണ്ട് അല്ലേ? മറ്റേ പരിപ്പ് വടയാണെങ്കിൽ നല്ല മഞ്ഞ കളർ വരും. ഇതിനത്ര കളറില്ല. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടാ പോരെ? മഞ്ഞപ്പൊടി ഇട്ടാ കളർ കിട്ടും. മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി ഇടാം. മുളക് പൊടി എന്തായാലും ഇടണം. മുളക് പൊടി ഇടണം. മഞ്ഞപ്പൊടി ഇടാലെന്നാ ഒന്ന് ഉള്ളി ഇട്ടാ മതി. എന്താ ഭംഗിക്ക് ഇടാം. അതെ അതെ. അപ്പൊ നമ്മളെ കടലൊക്കെ ഇതാ അരച്ച് വെച്ചിട്ട് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അവിടെ നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, പൊടിയുപ്പ്. നല്ലോണം ഉടക്കാം. അപ്പോൾ ഒന്ന് യോജിപ്പ് വരും. നല്ല ടേസ്റ്റാണ്. അതിന് പ്രത്യേക ടേസ്റ്റാണ്. കറിവേപ്പിലൊക്കെ റെഡിയാക്കി നുറുക്കി വെച്ചു. ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയാൽ നമുക്ക് വട ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മതി. പച്ചമുളക് നല്ല എരിവുണ്ടേ, അപ്പോൾ കുറച്ചേ വേണ്ടൂ. നമ്മളെ കുഞ്ഞാവയ്ക്ക് വേണമെങ്കിൽ എരിവില്ലാതെ വെക്കാലോ. അതിപ്പോ എരിവുള്ള കൂട്ടുണ്ട്. എന്നാലും ചിലപ്പോ പെട്ടെന്ന് ചിലപ്പോ ചട്നിക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ടേ. ചട്നി ചില പച്ചമുളക് നല്ല എരിവാണ്. അപ്പൊ 2 മുളക് എടുക്കുള്ളൂ, പിന്നെ 2 ചുവന്ന മുളക് ഞാൻ എടുക്കുക. അപ്പൊ നല്ല എരിവാണ് വേറെ. മുളകിന് എരിവുണ്ടാവും, മറ്റേ എരിവും. കളർ ഉണ്ടാവാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. കുറച്ച് മതി അല്ലേ? കുറച്ച് മതി പോരെ? മതി. ഉള്ളി വെക്കാം. ഗ്യാസ് കത്തിക്കട്ടെ. പിന്നെ നമുക്ക് നല്ലൊന്ന് കുഴച്ചൊക്കെ ഒന്ന് യോജിപ്പിച്ച് കേട്ടോ. എന്താ വാസന ഉള്ളിയുടെയൊക്കെ.
പരിപ്പ് വടയുടെ പോലെ തന്നെയാണ് ഇത്, പക്ഷെ കടലവടയെന്നേ ഉള്ളൂ. വാസനയൊക്കെ ഒരേപോലെ. കഴിച്ച് നോക്കുമ്പോ ടേസ്റ്റ് ഏതാണ്? അതെ, അത് കഴിച്ചു നോക്കിട്ടാ. പിന്നെ അതിനുശേഷം സ്ഥിരം അതേ ഇവിടെ ഉണ്ടാക്കുള്ളൂ. അതുകൊണ്ട് ഇനി വേറെയും ചെറുപയറുകൊണ്ട് ഉണ്ടാക്കും. പിന്നെ അതെല്ലാം അമ്മ മാസത്തിലെല്ലാം സാധനം കുറേശ്ശെ വാങ്ങൂലോ. അതെ, അപ്പൊ ഒന്നെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റേ അവിടെ വട ഉണ്ടാക്കാം. ചിലപ്പോൾ പരിപ്പ് കൊണ്ട് ഉണ്ടാക്കാം, ചിലപ്പോൾ കടലയാവാം, വെള്ളക്കടല. ഇനി നിലക്കടലയും കൂടി ഒന്ന് നോക്കണം, പരീക്ഷിക്കണം. അതുണ്ടായി ഓക്കെ. കൊടുക്കട്ടെ. എണ്ണയൊക്കെ നല്ല ചൂടായി, നമ്മളെ വട ഉണ്ടാക്കാനുള്ള മാവ് റെഡിയായി. അമ്മ ആയിട്ട് വന്നാൽ വടയും കഴിക്കാതെ അല്ല, ഞാൻ അമ്മ കുറച്ചു നേരം ഇന്ന് നേരത്തെ നീറ്റോണ്ടേ കുറച്ചു നേരം കടന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ നായി കഴിഞ്ഞിട്ട് വിളിക്കാന്ന് വിചാരിച്ചു. അപ്പോഴേക്കും അമ്മ പറഞ്ഞു മുത്തശ്ശി വടയായി. പറ്റിച്ചൂലേ? അതൊന്ന് പരത്തി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പറ്റിച്ചാൽ മുത്തശ്ശീനെ. കുഞ്ഞു വട വേണോ വലിയ വട വേണോ? കുഞ്ഞത് മതിയമ്മ, വളരെ കുഞ്ഞതല്ല, ഒരു മീഡിയം. എന്താ തികയാതെ വരണ്ട എല്ലാവർക്കും, പരീക്ഷിക്കുന്നതല്ലേ. ആ അതെ അതെ അതെ. സക്സസ് സക്സസ്. പൊട്ടിയിട്ടില്ല. ഞാൻ പൊട്ടിയോന്ന് വിചാരിച്ചു, ആദ്യം ഇല്ല. ചായക്കൊക്കെ നല്ല ഇപ്പൊ നമ്മള് കുറയില്ലേ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കിയിട്ട്. ഒന്ന് ഏതായാലും ഒന്ന് കടലവട ആയിക്കോട്ടെ, ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കുമ്പോ സാധേച്ചി ഓർമ്മ. ആ ശാന്തേച്ചി വടക്ക് പരിപ്പ് വട ഉണ്ടാക്കാൻ ഉഴുന്നുവട ഞാനും ഉണ്ടാക്കും, പരത്തി റെഡിയാക്കും. പരിപ്പ് വട ശാന്തേച്ചിയാണ് റെഡിയാക്കാറ്. ഞാൻ പിന്നെ ആരും ഇല്ലെങ്കിൽ ചെയ്യും. എന്താ അങ്ങനെ അതൊക്കെ പഠിപ്പിച്ചു കൊടുത്തു, ചെയ്യട്ടെ വിചാരിച്ചു. മുത്തശ്ശി അടിക്കൂ അടിക്കൂ. എങ്ങനെയുണ്ട് അമ്മ? മറിച്ചിരട്ടെ. ഉഷാറായിണോ? മറിച്ചിരട്ടെ ഒന്ന്. അപ്പൊ ഇതൊക്കെ ആകുമ്പോഴേക്കും മുത്തശ്ശി കുറച്ചൊക്കെ കടന്നിട്ട് ഓക്കെ, എന്നത് ആയി കഴിഞ്ഞാൽ വിളിക്കാം. അപ്പൊ ഒന്ന് റെഡി ആവട്ടെ. ആകുമ്പോ എടുക്കാറാവുമ്പോ വട ആയി കഴിഞ്ഞാൽ വിളിക്കാം. ഫുൾ വട ആയി കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് വിളിച്ചോളൂ. ആ ഓക്കെ. ഒന്ന് ഉറങ്ങിക്കോളൂ, ക്ഷീണം മാറ്റിക്കോളൂ. അതെ. അപ്പൊ നമ്മളെ വടയൊക്കെ റെഡിയായി, 3 എണ്ണം റെഡിയായി. അപ്പൊ നമ്മളെ വടയൊക്കെ റെഡിയായി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മാറ്റാം. ഇതാ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇങ്ങനെ ഉണ്ടെന്ന്. ചൂട് പരിപ്പുവടയുടെ ഒക്കെ ഒരു ടേസ്റ്റ് അല്ലേ? അത് അമ്മ എന്നതെല്ലാം ആയി കഴിഞ്ഞാൽ വിളിക്കോ? അത് വിളിക്കാം. അപ്പൊ നമ്മളെ വടയൊക്കെ റെഡി ആയില്ല. അമ്മ അതിന്റെ ഇടയിൽ സാരി ഒന്ന് മാറ്റി വന്നു അല്ലേ? എന്നിട്ട് ഊണ് കഴിക്കുമ്പോഴേ സാരി കൊടുത്താൽ ശരിയാവില്ല. അപ്പൊ സെറ്റ് കൊണ്ട് കൊടുത്തു. അപ്പൊ ഏതായാലും ഊണൊക്കെ കഴിച്ചു. അപ്പോഴേക്ക് വട റെഡിയായി. ഇനി നമുക്ക് ചായ വെക്കുക, വട കഴിക്കുക. അതാണ് എന്റെ വെള്ളക്കടല വട. കടലവട. കടലവട. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു. അപ്പൊ എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഉണ്ടാക്കി നോക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. അതെ, എല്ലായിടത്തും ഒന്നും പരിപ്പ് വടയുടെ പരിപ്പ് വാങ്ങാൻ കിട്ടില്ല, എത്ര വടപ്പരിപ്പ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എളുപ്പമാണ്. കടല ഉണ്ടായാൽ മതി, വെള്ളക്കടല. അപ്പൊ അത് വെച്ച് ഉണ്ടാക്കാം. ഏകദേശം പരിപ്പുവടയുടെ അതേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഏകദേശം നല്ല ഒരു 90% ഉണ്ട്. അതെ. അപ്പൊ എന്തായാലും എല്ലാവരും ഈ കടലവട ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പൊ നേരത്തെ വീഡിയോ അത്രേ ഉള്ളൂ. മക്കൾ ബൈ ബൈ. ബൈ.